എല്ലാവരും എങ്ങനെയാ മല്ലിയൊക്കെ ഉണക്കി പൊടിക്കാറ്? ഞാൻ ഇതേപോലെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 1 കിലോ മല്ലി വാങ്ങിച്ചിട്ടുണ്ടായേ. അത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. മല്ലിയിൽ ചളി ഉണ്ടാവും, പിന്നെ ഈ മണ്ണിന്റെ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതാ ഞാൻ വെയിലിനൊക്കെ ഇട്ടിട്ട് നല്ല ഉണങ്ങിയതാ, നല്ല കരുമുരുന്നനെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ചീനച്ചട്ടിയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കൂട്ടാ. അധികം ഇതാവാൻ പാടില്ലേ, മല്ലി കരിഞ്ഞു പോകാനൊന്നും പാടില്ല, കളർ ഒരുപാട് മാറാനൊന്നും പാടില്ല. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ പറയുക, മല്ലിപ്പൊടിയുടെ ടേസ്റ്റും അതിൻ്റെ രുചിയും മണമൊക്കെ മാറിപ്പോവും. അപ്പോൾ ഞാൻ വറുത്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചീനച്ചട്ടിയൊക്കെ ഇതാ ഞാനിവിടെ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ വെച്ചിന്, അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനൊരു ഇത്തിരി നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തണ്ടോടുക്കന്നെ നന്നായിട്ട് കഴുകിയെടുത്തതാട്ടാ, എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചതാണ്. ഞാൻ ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇത്തിരി വെള്ളം ഉണ്ടാവും കഴുകിയതിൻ്റെ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലേൻ്റെ വെള്ളമൊക്കെ വറ്റിയപ്പോഴേ ഞാൻ 1 കിലോ മല്ലിൻ്റെ ഏകദേശം പകുതിയിലധികം ഉണ്ട് തോന്നുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണേ. ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മല്ലി വറുത്താലുണ്ടല്ലോ, ആ മല്ലിപ്പൊടിക്ക് നല്ല രുചി കൂടുവേ, നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. വലിയ ജീരകം ഇട്ട് വറുക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതിൻ്റെ മണം ഇഷ്ടമല്ല, കാരണം ഞാനത് ഇടുന്നില്ല. ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണേ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോവും. ഇത് ഏകദേശം ആയുണ്ട് കേട്ടോ, ഇത്ര ആയാൽ മതി. ഇല്ലെങ്കിൽ ഇനി നമ്മൾ ഇനിയും വറുത്തുകൊണ്ടിരുന്നാൽ പിന്നെ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ ഇറക്കി വയ്ക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതും പാകത്തിനായിണ്ടേ. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ പാകത്തിന് വറുത്തിട്ട് ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടാകുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് പൊടിപ്പിച്ചുകൊണ്ട് വരും കേട്ടോ. ഇതിന് എടുത്ത് വയ്ക്കാൻ പാടില്ല. പിന്നെ നല്ല മണ്ണാട്ടോ ഇങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് മല്ലി വറുത്തിട്ട് പൊടിച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലരൊക്കെ ചെയ്യലുണ്ടാവുമേ, ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചി മണമൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ തന്നെ. താങ്ക്